ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 60. 26/1/1988. വസൂല, നീ നിന്റെ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രവർത്തിക്കാമോ? ഞങ്ങൾ വേർപിരിയാതിരിക്കുന്നവരാണ്. ഉവ്വ് യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും അവളോടൊപ്പമുണ്ട്. നിന്റെ പരിശുദ്ധ അമ്മ ഇപ്പോൾ നിന്നെ പഠിപ്പിക്കും. യേശു പരിശുദ്ധ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മാതാവിനെ യേശുവിന്റെ സമീപം കണ്ടിരുന്നില്ലെങ്കിലും മാതാവ് എപ്പോഴും യേശുവിന്റെ കൂടെയുണ്ടെന്ന് അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നു. അവർ എപ്പോഴും ഒന്നിച്ചുണ്ട്. മകളെ, ഞാൻ എപ്പോഴും നിന്റെ അടുക്കലുണ്ടായിരുന്നു. ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധ മറിയം എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പാതയിൽ പരിശുദ്ധ മറിയം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആന്തരിക ദൈവിക സന്ദേശം വഴി പരിശുദ്ധ മറിയം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ദർശനം എനിക്ക് മനസ്സിലാക്കി തന്നു. വരൂ, ഞാൻ നിനക്ക് വിശദമാക്കി തരാം. സാത്താൻ പരാജയപ്പെട്ടപ്പോൾ എന്റെ അവശേഷിച്ച മക്കളെ പിന്തുടർന്ന് അവരോട് യുദ്ധം ചെയ്യുമെന്ന് അവൻ ശപഥം ചെയ്തു. അവന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നതിനാൽ അവന്റെ കോപവെറിയിൽ അവരെ വിഴുങ്ങണമെന്ന് അവൻ ശപഥം ചെയ്തിരിക്കുന്നു. ഇക്കാരണത്താൽ കഴിയുന്നത്ര അധികം മനുഷ്യരെ അവനോടൊപ്പം വലിച്ചുകൊണ്ടുപോകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ദുഷ്ടവ്യാളിയാണ്. അവന്റെ വാലുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികളെ നിത്യനാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുവാൻ അവൻ പരിശ്രമിക്കുന്നു. വാസുല, എന്റെ കുഞ്ഞെ, സാത്താൻ അഹങ്കാരത്തിന്റെ പൂർണ്ണത തന്നെയാകിയാൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മം പരാജയമാണെന്നും അവിടുത്തെ മക്കൾ സാത്താന്റെ ദുഷിച്ച മാർഗം പിന്തുടരുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണെന്നും ദൈവത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. വാസുല, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആനന്ദിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഈ വർഷം എന്റെ മഹത്വത്തിനുള്ള വർഷമാണ്. മാതാവ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ല. എന്റെ വിമല ഹൃദയം വിജയം വരിക്കും. അനേകം മനുഷ്യരെ ഞാൻ യേശുവിന്റെ അടുക്കിലേക്ക് ആകർഷിച്ചടുപ്പിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പരിശുദ്ധ മറിയം അവളുടെ പല പ്രത്യക്ഷപ്പെടലുകളിലേക്ക് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ലൂർദിലും ഫാത്തിമായിലും ഞാൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഗരബന്താളിലും ഞാൻ പ്രത്യക്ഷപ്പെട്ട് സമാനമായ സന്ദേശം നൽകി. ഫാത്തിമായിൽ നൽകിയ സന്ദേശത്തിന്റെ തുടർച്ച തന്നെയാണ് ഗരബന്താളിലേതും. എന്നാൽ ഒരിക്കൽ കൂടി സാത്താൻ സഭാധികാരികളുടെ കണ്ണുകളിൽ മണ്ണുവാരിയിട്ട് അവരെ ആശയക്കുഴപ്പത്തിലാക്കി. എന്റെ പ്രത്യക്ഷപ്പെടലുകളെ നിഷേധിച്ചുകൊണ്ട് ലോകമെങ്ങും എന്റെ ആഹ്വാനം വ്യാപിക്കാതിരിക്കുന്നതിനു വേണ്ടി സാത്താൻ സഭാധികാരികളുടെ ഇടയിൽ അതിന്റെ പൈശാചിക വിത്തുകളാകുന്ന ആശയങ്ങൾ വിതച്ചിരിക്കുന്നു. വാസുല, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന മുള്ളുകളാൽ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. മക്കളെ, നിങ്ങളെ പ്രതി ഞാൻ എത്രമാത്രം വിലപിക്കുന്നുണ്ട്. വാസുല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദുഷ്ടവ്യാളിയാകുന്ന സാത്താന്റെ വാലുകൊണ്ട് നിങ്ങളെ തൂത്തുവാരിക്കൊണ്ടു പോകുന്നത് കാണുമ്പോൾ എന്റെ മുറിവേറ്റ ഹൃദയം വീണ്ടും കൂടുതൽ വ്രണപ്പെടുന്നു. പരിശുദ്ധ മറിയം വലിയ വേദന അനുഭവിക്കുന്നതായി കാണപ്പെട്ടു. വാസുല, ഞാൻ നിന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു തരാം. നീ അത് ശ്രദ്ധിക്കണം. പരിശുദ്ധ മറിയം എന്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു തന്നു. ഞാൻ സ്വപ്നം കാണുകയാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണരുവാൻ ശ്രമിക്കാറുണ്ട്. വാസുല, യേശു നിന്റെ കണ്ണുകളിൽ ഒരു മൂടുപടം വെച്ചിരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉചിതമായ സമയത്ത് അവിടുന്ന് ഈ മൂടുപടം നിന്റെ കണ്ണുകളിൽ നിന്ന് എടുത്തു മാറ്റും. മകളെ, നീ യേശുവിൽ വിശ്വാസം അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ പോലെ തന്നെ നിന്നെ നയിക്കുവാൻ നീ അവിടുത്തെ അനുവദിക്കണം. പുഷ്പമേ, ദുഃഖിക്കേണ്ട. ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. ടൂറിനിലെ എന്റെ ദേവാലയത്തിന് പുറത്തു വെച്ച് ഞാൻ പ്രത്യക്ഷപ്പെട്ട സംഭവം നീ ഓർക്കുന്നുണ്ടോ? ഉവ്വ്, ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വലിയ രൂപത്തിന്റെ സാദൃശ്യത്തിൽ പരിശുദ്ധ മറിയം എന്റെ കസിന് പ്രത്യക്ഷപ്പെട്ട സംഭവം. അതെ, നിങ്ങളെ വിളിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾ എന്റെ ദേവാലയത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ മക്കളെ വിളിക്കുന്നതിന് വേണ്ടി
ഞാൻ അനേകർക്ക് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ആശ്ലേഷിച്ച് എന്റെ വിമല ഹൃദയത്തിലേക്ക് ആകർഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദുഃഖകരമായ ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നുപോയി. വെളിപാടുകളുടെ ബാഹുല്യം തന്നെ സഭാധികാരികളുടെ സംശയത്തിന് കാരണമാകാം. ഇത് അവരുടെ വിജ്ഞാനത്തിന് ഉപരിയായിട്ടുള്ളതാണ്. യേശു 2 തവണ പറഞ്ഞിട്ടുണ്ട് സംശയത്തെക്കുറിച്ചും അവിശ്വാസത്തെക്കുറിച്ചും. കുഞ്ഞെ, ശരീരത്തോടെ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു യേശുവിനുണ്ടായിരുന്നതെന്ന കാര്യം എന്തുകൊണ്ട് നീ മറന്നുപോകുന്നു? ഫരിസയർ യേശുവിനെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തു. ഇക്കാലത്ത് സഭാധികാരികൾ ദൈവത്തിന്റെ സ്വർഗീയ പ്രവൃത്തികളിൽ പലതും അവിശ്വസിച്ച് തള്ളിക്കളയുന്നു. മകളെ, നിങ്ങളുടെ കാലഘട്ടം സോദോം നഗരത്തെ പോലെ അധപ്പതിച്ചിരിക്കുന്നു. നിനക്ക് അനേകം എതിരാളികൾ ഉണ്ടാകുമെന്ന് യേശു നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണല്ലോ. ഏറ്റവും മോശമായത് നിനക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വരൂ വാസുല, ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് മറക്കരുത്. ദൈവം നിന്നെ അവിടുത്തെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യം നിന്നെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ഇത് പറയുന്നത്. അവിടുത്തെ പ്രകാശഗോളത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചു. ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലം നീ ദർശിച്ചു. പരിശുദ്ധ മറിയമേ, ദർശനത്തിൽ വലിയ പ്രകാശഗോളം ഞാൻ കണ്ടപ്പോൾ ഫാത്തിമയിലെ ദർശനത്തിൽ കണ്ട അതേ പ്രകാശഗോളമാണതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ദർശനം കണ്ടപ്പോൾ നീ അത് അറിഞ്ഞില്ല. സ്നേഹമായ ദൈവം നിന്നെ എടുത്തുയർത്തി അവിടുത്തെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചു. ഞങ്ങളുടെ മറ്റുള്ള മക്കളോടും ഇതുപോലെ തന്നെ അവിടുന്ന് പ്രവർത്തിക്കും. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കും. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും പരിഹാരം ചെയ്യുവാനും അവിടുന്ന് അവരെ പഠിപ്പിക്കും. അവിടുത്തെ വഴികൾ അവിടുന്ന് അവരെ പഠിപ്പിക്കും. സത്യസന്ധതയാൽ അവിടുന്ന് അവരെ പരിപോഷിപ്പിക്കും. അങ്ങനെ അവർ മാനസാന്തരപ്പെടും. വരൂ, എന്നെ ബഹുമാനിക്കുക. വാസുല, എന്നെ നിന്റെ പരിശുദ്ധ അമ്മയായി കരുതി വണങ്ങുക. നീ എന്റെ കുഞ്ഞാണ്. പരിശുദ്ധ അമ്മേ, എനിക്കിപ്പോൾ ഒരു തിരുക്കുടുംബമുണ്ട്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നാളെയെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടു. ആകുലപ്പെടരുത്. ഞാൻ എന്റെ വാക്കുകൾ നിന്റെ ചെവിയിൽ പറഞ്ഞു തരാം. വാസുല, ഞാൻ എല്ലാവരുടെയും അമ്മയാണ്. വരൂ. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. യേശുവിനെ പോലെ തന്നെ പരിശുദ്ധ മാതാവിനും മുറിവേറ്റിരിക്കുന്നു. അതെ എന്റെ വാസുല, ഗരബന്ധാളിൽ ഞാൻ നൽകിയ സന്ദേശത്തെ തള്ളിക്കളയുക വഴി സഭാധികാരികൾ ചെയ്തുകൂട്ടിയ ആവർത്തിച്ചുള്ള തെറ്റുകളാൽ ഞാൻ മുറിവേറ്റിരിക്കുന്നു. ഫാത്തിമയിൽ ഞാൻ നൽകിയ സന്ദേശത്തിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഗരബന്ധാളിൽ ഞാൻ നൽകിയിട്ടുള്ള സന്ദേശം. വാസുല, ഇപ്പോൾ വിശ്രമിക്കുക. ഞാൻ നിന്നെ നാളെ വിളിക്കാം. പരിശുദ്ധ മറിയമേ, ഞാൻ അങ്ങയെ വണങ്ങുന്നു. മകളെ, നീ ആഗ്രഹിക്കുമ്പോഴൊക്കെയും എന്റെ അടുക്കിലേക്ക് വരിക. 29/1/1988 കഴിഞ്ഞ രാത്രി ഞാൻ എന്റെ മരണം സ്വപ്നം കണ്ടു. ഏതു തരത്തിലായിരിക്കും ഞാൻ മരിക്കുക എന്ന സ്വപ്നം. ഞാൻ മരിച്ചുകൊണ്ടിരിക്കെ യേശു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഞാൻ നിൽക്കുകയായിരുന്നു, എങ്കിലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ മുഖം അവിടുത്തെ തോളിൽ ചാരി വയ്ക്കുവാൻ അവിടുന്ന് എന്നെ സഹായിച്ചു. യേശുവിന്റെ തലമുടി എന്റെ മുഖത്ത് തൊടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. തിരുക്കച്ചിയിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രത്തിലെ തലമുടി പോലെ തന്നെയായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട യേശുവിന്റെ തലമുടിയും. അവിടുന്ന് വലിയ പീഡാസഹനത്തിലൂടെ കടന്നുപോയതിനു ശേഷമുള്ള തലമുടി. യേശു എന്റെ ചെവിയിൽ ആശ്വാസവാക്കുകൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. എന്റെ ദേഹത്തിൽ നിന്ന് ദേഹി വേർപിരിയുന്ന സമയത്ത് അവിടുന്ന് എന്റെ ദേഹിയെ സ്വീകരിക്കുന്ന വേളയിൽ ഞാൻ എങ്ങനെ വർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഒരു ഡോക്ടർ സംസാരിക്കുന്നത് പോലെയുമായിരുന്നു അവിടുത്തെ വാക്കുകൾ. ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊന്നും എന്നെ ഭയപ്പെടുത്തിയില്ല. എനിക്ക് യാതൊരു മനോദുഃഖവും അനുഭവപ്പെട്ടില്ല. വസൂല കുഞ്ഞെ, നിന്റെ അടുക്കൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. യേശുവും പരിശുദ്ധ മറിയവും. എന്റെ പുഷ്പമേ, നിന്റെ വേർപാടിന്റെ സമയം വന്നെത്തുമ്പോൾ വിളവെടുപ്പുകാരനായ ഞാൻ നിന്നെ പറിച്ചെടുത്ത് സന്തോഷത്തിന്റെ എന്റെ തോട്ടത്തിൽ നടും. വസൂല, നീ സ്വപ്നത്തിൽ കണ്ടത് യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ്. ഇപ്പോൾ വരൂ, പ്രിയപ്പെട്ടവളെ, നിന്റെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ പശ്ചാത്തപിച്ചു. പാപമോചനത്തിനു വേണ്ടി അപേക്ഷിച്ചു. എല്ലാ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു.
ഞാൻ നിന്നെ സത്യസന്ധത അഭ്യസിപ്പിക്കാം. എങ്ങനെയാണ് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഇനിമേൽ പാപം ചെയ്യരുത്. പരിശുദ്ധ മറിയം സംസാരിക്കുന്നു. വാസുല, ദൈവത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. അതേ കുഞ്ഞെ, അവിടുന്ന് നിന്നെ എപ്രകാരമാണ് തിന്മയിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഒരിക്കലും മറക്കരുത്. അവിടുന്ന് ഒരിക്കലും വിശ്രമിക്കുന്നില്ല. ദൈവം അവിടുത്തെ ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ഹൃദയവാതിലിൽ ഓരോ മനുഷ്യനും അവിടുത്തെ ശ്രവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ശ്രവിക്കണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് അന്വേഷിച്ച് നടക്കുന്നു. ഹാ കഷ്ടം! വളരെ കുറച്ചുപേർ മാത്രമേ അവിടുത്തെ ശ്രവിക്കുന്നുള്ളൂ. വാസുല, ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല, എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ തിന്മയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഏതൊരമ്മയും തന്റെ കുഞ്ഞിന് അപകടം സംഭവിക്കാതിരിക്കുവാൻ സംരക്ഷിക്കുന്നത് പോലെ ഞാനാണ് നിന്റെ സംരക്ഷണ പരിച. ഞാൻ നിന്നെ സാത്താനിൽ നിന്നും അവൻ വിരിച്ചിട്ടുള്ള എല്ലാ അധാർമികമായ വലകളിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്നു. മനുഷ്യർ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവർ എന്നെ കാണുന്നില്ലെന്നുള്ളത് വാസ്തവമാണ്, എന്നാൽ അനേകർ എന്നെ അനുഭവിച്ചറിയുന്നുണ്ട്. എനിക്ക് നൽകുവാൻ കഴിയുന്ന എന്തെങ്കിലും അങ്ങേക്ക് നൽകുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. വാസുല, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുക. ഈ വിധത്തിൽ എന്നെ പ്രസാദിപ്പിക്കുവാൻ നീ പരിശ്രമിക്കുക. എങ്ങനെയാണത്? എന്തുകൊണ്ട് ദൈവം അവിടുത്തെ സന്ദേശം നൽകുന്നതിന് മറ്റുള്ളവരുടെ അടുക്കൽ പോകാതെ നിന്റെ അടുക്കൽ മാത്രം വന്നു എന്നതിന്റെ കാരണം അന്വേഷിക്കേണ്ട. ദൈവഹിതം സ്വീകരിക്കുക. കുഞ്ഞെ, ദൈവം നിന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ അനുസരിക്കുക. സന്ദേശം എഴുതുന്നതിന് മുമ്പ് ചൊല്ലണമെന്ന് യേശു പറഞ്ഞ പ്രാർത്ഥനകൾ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. വാസുല, ഞാൻ നിന്നെ സഹായിക്കാം. പരിശുദ്ധ മറിയമേ, യേശുവിന് എന്നോട് കോപമുണ്ടാകും. എന്റെ കാര്യത്തിൽ അവിടത്തേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെയല്ലേ? ഞാൻ എന്നെ തന്നെ വെറുത്തു. യേശുവിനെ നിരാശപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. വാസുല, അങ്ങനെയല്ല. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധം നീ ബലഹീനയും നികൃഷ്ടയുമാണെന്ന് അവിടുന്ന് അറിയുന്നത് കൊണ്ട് യേശുവിന് നിന്നോട് കോപമില്ല. നീ നിരാശപ്പെടരുത്. യേശു നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. നീ അവിടുത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ആവശ്യപ്പെടുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് യേശുവിനെ ഇനിയും പ്രസാദിപ്പിക്കുക. നിനക്ക് ദോഷം വരുന്ന യാതൊരു കാര്യവും ഒരിക്കലും അവിടുന്ന് നിന്നോട് ചോദിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു എപ്പോഴും നിലകൊള്ളുന്നത്. യേശു എന്ന പേരിനർത്ഥം രക്ഷകൻ എന്നാണ്. പരിശുദ്ധ മറിയമേ, ഞാൻ അങ്ങയെ വണങ്ങുന്നു. വാസുല, ഞാൻ എപ്പോഴും നിന്നെ കാത്തു സംരക്ഷിക്കും. എന്റെ അടുക്കിലേക്ക് വീണ്ടും വരിക. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 30/1/1988. വാസുല, വഴിതെറ്റിപ്പോയ എന്റെ മക്കളെ പ്രതി ഞാൻ കരയുകയാണ്. പരിശുദ്ധ മറിയം കരയുകയാണ്. അവളുടെ കരച്ചിൽ വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ ഇതാ, അവിടുത്തെ സത്യസന്ധതയുടെയും പരിശുദ്ധിയുടെയും അപ്പത്താൽ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി പരിപോഷിപ്പിക്കേണ്ടതിന് സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. വാസുല, ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. കുറച്ചു നേരം നിശബ്ദത. ടൂറിനിലുള്ള എന്റെ ദേവാലയത്തിൽ എന്റെ അടുക്കിലേക്ക് നീ വരുമോ? കൂടെ കൂടെ നീ അവിടെ വന്ന് എന്നെ സന്ദർശിക്കുക. നിന്റെ വിശ്വസ്തതയുടെ വ്രതം നീ എനിക്ക് സമർപ്പിക്കുമോ? മകളെ, എന്റെ മകൻ യേശുവിന്റെ മണവാട്ടി, നിന്റെ വ്രതങ്ങൾ നീ എനിക്ക് സമർപ്പിക്കുമോ? പരിശുദ്ധ മാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടൂറിനിലെ ദേവാലയത്തിൽ അങ്ങയുടെ അടുക്കൽ ഞാൻ വരും. എന്നാൽ എന്റെ അറിവില്ലായ്മ നിമിത്തം വിശ്വസ്തതയുടെ വ്രതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും അങ്ങേക്ക് സമർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ എന്നെ അനുവദിക്കണമേ. അതുവഴി എന്റെ അറിവില്ലായ്മ നിമിത്തം ഞാൻ അവയെ ലംഘിക്കുകയില്ലല്ലോ. എന്റെ വിമല ഹൃദയത്തെ പ്രതി നിന്റെ എല്ലാ സ്നേഹവും ഭക്തിയും ഇനിയും കൂടുതലായി എന്റെ പുത്രനെ സമർപ്പിച്ചുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുക. ഇനിയും കൂടുതലായി വളരെ മനുഷ്യരെ യേശുവിനെ രക്ഷിക്കേണ്ടതിന് അവരെ അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ പുത്രനെ പ്രസാദിപ്പിക്കുക.
നിന്റെ വിശ്വസ്തതയുടെ വ്രതം എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കുക. യേശുവിനെ അനുഗമിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിബിംബമായി ജീവിച്ചുകൊണ്ട് നിനക്ക് ഇത് പൂർത്തീകരിക്കാം. യേശുവിനോട് വിശ്വസ്തയായിരിക്കുക. വാസുല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. യേശുവിന്റെ മണവാട്ടി ഞങ്ങളുടെ 2 ഹൃദയങ്ങളെയും കിരീടം വലയം ചെയ്തിരിക്കുന്നു. ഗരബന്ധാളിൽ ഞാൻ നൽകിയ സന്ദേശത്തെ സഭാധികാരികൾ അവഗണിച്ചു കളഞ്ഞു. എന്റെ പ്രിയ മകനായ ജോൺ പോൾ 2 മാർപ്പാപ്പ എന്റെ അടുക്കൽ വന്ന് എന്റെ വിമല ഹൃദയത്തെയും യേശുവിന്റെ തിരുഹൃദയത്തെയും അനുഭവിച്ചറിയട്ടെ. എപ്രകാരം ഞങ്ങളുടെ ഹൃദയങ്ങൾ കീറി മുറിഞ്ഞിരിക്കുന്നെന്ന് അവൻ തൊട്ട് അനുഭവിച്ചറിയട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ ഒരു വലിയ വ്രണമായി തീർന്നിരിക്കുന്നു. മനുഷ്യർ അവരുടെ ദൈവത്തിന്റെ ഹൃദയത്തെ കീറി മുറിച്ചിരിക്കുന്നു. ഒരമ്മയായ എന്റെ വിമല ഹൃദയത്തെ അവർ കീറി മുറിച്ചിരിക്കുന്നു. നിന്നെ തിരസ്കരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞെ, നീ എത്രമാത്രം സഹിക്കാനിരിക്കുന്നു. ദൈവമഹത്വത്തെ പ്രതി സഹിക്കുവാൻ ഞാൻ സന്നദ്ധയാണ്. യേശുവും ഞാനും നിന്നോടൊപ്പം ഉണ്ടെന്നുള്ളത് നീ മറക്കരുത്. പുഷ്പമേ, ഞങ്ങൾ നിന്നെ സമാശ്വസിപ്പിക്കാം. സഭാധികാരികൾക്ക് യേശുവിന്റെ സന്ദേശം നീ സ്വയം കൊണ്ടുപോയി കൊടുക്കരുതെന്ന് ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നു. യേശു നിനക്ക് സാക്ഷികളെ നൽകിയിട്ടുണ്ട്. അവർ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊള്ളും. പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ഇതുവരെ ചെയ്തത് തെറ്റായി പോയല്ലോ. അതേ വാസുല, നിന്റെ സുഹൃത്തുക്കൾ യേശുവിന്റെ സന്ദേശം വായിക്കട്ടെ. അങ്ങനെ അവർ മാനസാന്തരപ്പെടട്ടെ. എന്നാൽ നീ സ്വയം ഏതെങ്കിലും സഭാധികാരികളുടെ അടുക്കൽ ചെന്ന് നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ സന്ദേശം അവർക്ക് കൊടുക്കുവാൻ പരിശ്രമിക്കരുത്. ഈ ദൗത്യം നിന്റെ 2 സാക്ഷികളെ ഭരമേൽപ്പിക്കുക. എപ്രകാരമാണ് യേശു പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഗ്രഹിക്കുവാൻ അവിടുന്ന് അവർക്ക് ബോധജ്ഞാനം നൽകിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അതെ, തലമുറ തലമുറയായി നമ്മുടെ കർത്താവാണ് നമ്മുടെ അഭയകേന്ദ്രം. അവിടുത്തെ വിശ്വസ്തതയാണ് നമ്മുടെ പരിചയം, സംരക്ഷണ കവചവും. എന്റെ ദൈവമേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തേജസ് ആസ്വദിക്കട്ടെ. യേശു സംസാരിക്കുന്നു. എന്റെ സന്ദേശം നഷ്ടപ്പെട്ടു പോയ മനുഷ്യ വ്യക്തികളെ സൗഖ്യപ്പെടുത്തുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വസൂല, എന്റെ സന്ദേശം യഥാർത്ഥമെന്ന് സ്ഥിരീകരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? മാനസാന്തരമാണോ? അതെ എന്റെ വസൂല, എന്റെ പുരോഹിതരെ, ഇപ്പോൾ നിനക്കും അറിയാം. എന്റെ ഏറ്റവും വലിയ അത്ഭുതം മാനസാന്തരമാണ്. മകളെ, അന്തിമമായി ഞങ്ങളുടെ 2 ഹൃദയങ്ങളും വിജയം വരിക്കും. പരിശുദ്ധ മാതാവ് സംസാരിക്കുന്നു. മകളെ, അതെ പരിശുദ്ധ മറിയമേ, ടൂറിനിലുള്ള എന്റെ ദേവാലയത്തിൽ എന്റെ അടുക്കലേക്ക് വരിക. അപ്പോൾ നീ നിന്റെ വ്രതങ്ങൾ എനിക്ക് സമർപ്പിക്കുമോ? പരിശുദ്ധ മറിയമേ, ഞാൻ സമർപ്പിക്കാം. നിന്നെ അവിടെ വെച്ച് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിന്റെ കസിനായ ഇസിമിയോടും ഇക്കാര്യം പറയുക. നിന്റെ സുഹൃത്തുക്കളെയും നിന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. 31/1/1988. വസൂല, ഞങ്ങൾ 2 പേരും നിന്റെ സമീപത്തുണ്ട്. അല്പം മുമ്പ് ഞാൻ സോഫായിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ വസ്ത്രം എന്റെ വലതു കൈയിൽ തൊടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. യേശു അവിടുത്തെ കരം എന്റെ തോളിൽ വെച്ചു. യേശുവിന്റെ സജീവ സാന്നിധ്യം വീണ്ടും എനിക്ക് അനുഭവപ്പെടുന്നതായി തോന്നി. സന്ദേശം എഴുതിയെടുക്കുന്നതിനായി ഞാൻ സോഫായിൽ നിന്ന് എഴുന്നേറ്റു. പരിശുദ്ധ മറിയം എന്റെ സമീപത്തുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വ്രതം വിശ്വസ്തതയാണ്. യേശുവിനോട് വിശ്വസ്തയായിരിക്കുക. യേശുവിന് പ്രഥമ സ്ഥാനം നൽകുക. അവിടുത്തെ അഭീഷ്ടം പ്രവർത്തിക്കുവാൻ സന്നദ്ധയായിരിക്കുക. പരിശുദ്ധ മറിയമേ, ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇക്കാര്യം പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞെ, ദൈവം നിന്റെ കണ്ണുകളെ മറച്ചതാണ്. നിന്നിലുള്ള ദൈവത്തിന്റെ പ്രവർത്തന രീതിയെ അംഗീകരിക്കുക. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. വാസുല, ടൂറിനിലുള്ള എന്റെ ദേവാലയത്തിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. എന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നവരെയെല്ലാം ഞാൻ അനുഗ്രഹിക്കും. അതെ, എന്റെ അടുക്കൽ വരുന്നവരെയെല്ലാം ഞാൻ അനുഗ്രഹിക്കും. വാസുല, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്. നിരന്തരം പ്രാർത്ഥിക്കുക. എന്റെ അടുക്കിലേക്ക് വരിക. നിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിന്റെ പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിന്മയ്ക്ക് പകരമായി സ്നേഹം നൽകുക. അവസാനം എന്റെ വിമല ഹൃദയം തന്നെ വിജയം വരിക്കും. എല്ലാവരും വിശ്വസിക്കേണ്ടതിന് ഫാത്തിമയിൽ ഞാൻ വിസ്മയകരമായ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. സൂര്യന്റെ അത്ഭുതം എന്ന് നിങ്ങൾ അതിനെ വിളിക്കുന്നു.
പുഷ്പമേ, ആ പ്രകാശഗോളത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ദൈവം നിന്റെ ആത്മാവിനെ അനുവദിച്ചു എന്ന കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ചോ? വാസുല, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപയെക്കുറിച്ച് എത്ര കുറച്ചു മാത്രമാണ് നീ മനസ്സിലാക്കുന്നത്. അതേ പരിശുദ്ധ മറിയമേ, ഞാൻ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇത് ദൈവഹിതമാണെങ്കിൽ ഞാൻ ദൈവിക പ്രവൃത്തികളെ അംഗീകരിക്കും. അതേ, ഒരിക്കലും കാരണം അന്വേഷിക്കരുത്. ദൈവം നിനക്ക് നൽകുന്നത് പ്രസന്നതയോടെ സ്വീകരിക്കുക. ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃപാപൂർവം അനുസരിക്കുക. ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് നിന്റെ കണ്ണുകളെ അവിടുന്ന് മറച്ചിരിക്കുന്നത് അവിടുന്ന് നിന്നിൽ വർഷിച്ചിരിക്കുന്ന എല്ലാ കൃപകളെ പ്രതി നീ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ദശലക്ഷക്കണക്കിന് സെറാഫുകൾ ചുറ്റും നിന്ന് നിരന്തരം ആരാധിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് നിന്നെ അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ മാലാഖമാർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ളൂ. മകളെ, ഇപ്പോൾ നിനക്കറിയാം എത്ര മഹനീയമായ അനുഗ്രഹമാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ മറിയമേ, കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. ഇതാ, യേശു ഇവിടെയുണ്ട്. വസൂല, ഞാനും ടൂറിനിലെ ദേവാലയത്തിൽ സന്നിഹിതനായിരിക്കും. അവിടെ വരുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. ഇപ്പോൾ വരൂ, എന്നെ അനുഭവിച്ചറിയുക, എന്നിൽ ആനന്ദിക്കുക, എന്നെ നോക്കി പുഞ്ചിരിക്കുക, എന്നോട് സംസാരിക്കുക. ഞാൻ നിന്റെ വാക്കുകൾ കേൾക്കട്ടെ. വസൂല, എന്റെ അമ്മയുടെ സമീപത്ത്, നിന്റെ പരിശുദ്ധ മാതാവിന്റെ സമീപത്ത് നിനക്ക് എന്നെ അന്വേഷിക്കാം. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.